ഹായ് ഓൾ, ടെക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളേവരും കാത്തിരുന്ന ലെക്ചർ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് പോളിടെക്നിക് ഇതിൻ്റെ എക്സാം ഡേറ്റ് വന്നു. അതുപോലെ തന്നെ അതിൻ്റെ സിലബസ് അപ്ഡേറ്റ് ചെയ്ത് പി എസ് സി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എക്സാം ഡേറ്റ് August 29 അതിൻ്റെ കൺഫർമേഷൻ കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റും വന്നിട്ടുണ്ട്. 11/6/2025 ജൂൺ 11 ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ നമുക്ക് അറിയാം, ഈ ഒരു പോസ്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ നമുക്ക് എക്സാം ഡേറ്റും വന്നു August 29. അപ്പോൾ നമുക്ക് നമ്മുടെ മുമ്പിലുള്ളത് 3 മാസം അല്ലെങ്കിൽ 90 days ആണ്. അപ്പോൾ ഈ ഒരു 90 days കൊണ്ട് നമുക്ക് ഈ കിട്ടിയിട്ടുള്ള ഈ ഒരു അപ്ഡേറ്റഡ് സിലബസ് വെച്ചിട്ട് നമുക്കൊരു സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യാം. അതായത് നമുക്ക് എങ്ങനെ ഈ ഒരു 90 days കൊണ്ട് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാം, അതാണ് നമ്മളിവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വെറും 90 days ഉള്ളൂ, അല്ലെങ്കിൽ 3 മാസമേ ഉള്ളൂ. ഈ 3 മാസം കൊണ്ട് നിങ്ങൾ സിലബസ് കണ്ടു കാണും. ആ ഒരു സിലബസ് എങ്ങനെ പഠിക്കാം, അതാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ സിലബസിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് 6 മോഡ്യൂൾസ് ആണ് വരുന്നത്. അതിൽ ഫസ്റ്റ് മോഡ്യൂൾ നിങ്ങൾ കണ്ടു കാണും, എസെൻഷ്യൽസ് ഓഫ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. 12 മാർക്കാണ് ആ ഒരു മോഡ്യൂളിൽ പറയുന്നത്. ദെൻ അതുപോലെ തന്നെ സെക്കൻഡ് മോഡ്യൂൾ ഇലക്ട്രോണിക് സർക്യൂട്ട്സ് ആണ്. അതിൻ്റെ വെയിറ്റേജ് 20 മാർക്കാണ് ഇലക്ട്രോണിക് സർക്യൂട്ട്സിന് വരുന്നത്. ദെൻ അതേപോലെ തന്നെ തേർഡ് മോഡ്യൂൾ ലീനിയർ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ആൻഡ് വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ്, ഇതാണ് തേർഡ് മോഡ്യൂൾ. അതിനും 20 മാർക്കാണ്. ഓപ്പാമ്പ് അല്ലെങ്കിൽ ഓപ്പറേഷണൽ ആംപ്ലിഫയർ വരുന്ന മോഡ്യൂളാണത്. ദെൻ ഫോർത്ത് മോഡ്യൂൾ നമ്മുടെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സും മൈക്രോ പ്രോസസ്സർ, മൈക്രോ കൺട്രോളർ, അത് മൂന്നോട് ചേരുന്ന ടോപ്പിക്കാണ് നമ്മുടെ ഫോർത്ത് മോഡ്യൂളിൽ വരുന്നത്. അതിൻ്റെ വെയിറ്റേജും 20 മാർക്കാണ്. അപ്പോൾ ആ 3 മോഡ്യൂൾസിനാണ് 20 മാർക്ക് വെയിറ്റേജ് വരുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ ഫസ്റ്റ് മോഡ്യൂൾ എസെൻഷ്യൽസ് ഓഫ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, അതായത് ബേസിക് ആയിട്ട് വരുന്ന ഇലക്ട്രോണിക്സിൻ്റെ പോർഷൻ, അത് 12 മാർക്കാണ്. ദെൻ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, അത് കുറച്ച് വാസ്റ്റ് ആണെങ്കിലും അതിൻ്റെ മാർക്കും അതുപോലെ തന്നെ 18 മാർക്കിന് ചോദ്യങ്ങളുണ്ടാവാം. ദെൻ ദ 6th മോഡ്യൂൾ അല്ലെങ്കിൽ നമ്മുടെ ലാസ്റ്റ് മോഡ്യൂൾ എന്ന് പറയുന്നത് നമ്മുടെ പവർ ഇലക്ട്രോണിക്സ്, ഒപ്റ്റോ ഇലക്ട്രോണിക്സ്, ദെൻ നമ്മുടെ PLC ആൻഡ് മെഷറിംഗ് എക്യുപ്മെൻറ്റ്സ്, ഇതാണ് ആ ഒരു ലാസ്റ്റ് മോഡ്യൂൾ. അതിന് 10 മാർക്സ് ആണ് PSCയുടെ സിലബസിൽ അതിൻ്റെ വെയിറ്റേജ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു 100 മാർക്സിനെ നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്താണ് ഈ ഒരു മോഡ്യൂൾ പ്രിപ്പയർ ചെയ്തേക്കുന്നത്. ഒരു 6 മോഡ്യൂൾസ് ആയിട്ടാണ് നമുക്കിത് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ സിലബസ് വെച്ചിട്ടാണ് നമ്മൾ ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നേരത്തെ സിലബസുമായിട്ട് നോക്കുവാണെങ്കിൽ കുറേ ബേസിക് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ എടുത്തു മാറ്റിയിട്ടുണ്ട്. സിവിൽ, മെക്കാനിക്കൽ, മാത്സ്, ഇതൊക്കെ നമുക്ക് റിഡ്യൂസ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു 90 days കൊണ്ട് ഈ ഒരു 6 മോഡ്യൂൾസ് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടുന്നത് എന്താണ്? ഒരു പ്രോപ്പർ സ്റ്റഡി പ്ലാൻ ഉണ്ടാവണം. ഈ 90 days കൊണ്ട് നമുക്ക് എങ്ങനെ ഇത് ക്രാക്ക് ചെയ്യാം, അതിന് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും ടെക് PSC നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന സജഷൻസ് ആണ് നമ്മൾ ഇന്നിവിടെ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. എങ്ങനെ നിങ്ങൾക്ക് 90 days കൊണ്ട് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആ ഒരു 6 മോഡ്യൂൾ വെച്ചിട്ടുള്ള ആ ഒരു ഫുൾ സിലബസ് നമുക്ക് 75 days കൊണ്ട് കവർ ചെയ്യാവുന്നതാണ്. അതിനുള്ളൊരു സ്റ്റഡി പ്ലാൻ ഞാനിവിടെ പറയുന്നുണ്ട്. അപ്പോൾ വെറുതെ അങ്ങനെ അങ്ങ് പഠിക്കുമല്ല, നമ്മൾ ഓരോ ടോപ്പിക്കിനും എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ ടോപ്പിക് വൈസ് എക്സാംസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഷോർട്ട് നോട്ട് പ്രിപ്പറേഷൻ, ഓരോ ടോപ്പിക്കിലും നമുക്ക് പഠിക്കാവുന്ന രീതിയിലുള്ള ഷോർട്ട് നോട്ട്സ് നിങ്ങൾക്ക് തന്നെ ആ ഒരു വീഡിയോ കണ്ട് അല്ലെങ്കിൽ ആ ഒരു ക്ലാസ് കണ്ട് നിങ്ങൾക്കത് പ്രിപ്പയർ ചെയ്ത് പഠിക്കാവുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ ഫാക്കൾട്ടീസ് നിങ്ങളെ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ ഡിസ്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഓരോ ടോപ്പിക്കും കവർ ചെയ്യുന്ന അതിൻ്റെ ഷോർട്ട് നോട്ട്സ്, അതുപോലെ തന്നെ മോഡ്യൂൾ വൈസ് അല്ലെങ്കിൽ ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസ് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു 75 days വളരെ ക്രൂഷ്യലാണ് നമ്മുടെ സിലബസ് കവർ ചെയ്യാനുള്ള. ദെൻ
നെക്സ്റ്റ് 10 days എന്ന് പറയുന്നത് നമ്മൾ ഈ പഠിച്ചിട്ടുള്ള സിലബസ് ബേസ് ചെയ്തിട്ടുള്ള മോഡൽ എക്സാംസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതാണ്. ദെൻ ആ ഒരു മോഡൽ എക്സാമിലൂടെ അല്ലെങ്കിൽ നമ്മളൊരു PSC എക്സാമിന് പോയിരുന്ന് നമ്മൾ ആ ഒരു ഓപ്ഷൻസ് നമ്മൾ നോക്കി ആൻസർ ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ മോഡൽ എക്സാംസ് PSC പാറ്റേണിൽ തന്നെ നമ്മൾ നടത്തും. അപ്പോൾ ആ ഫുൾ സിലബസ് കവർ ചെയ്തിട്ടുള്ള മോഡൽ എക്സാംസ്, അതിനകത്തുനിന്ന് നമുക്ക് നമ്മുടെ ഗ്യാപ്പുകൾ ഐഡൻറ്റിഫൈ ചെയ്യാം. ഏത് മോഡ്യൂളിലാണ് നമുക്ക് ബുദ്ധിമുട്ടുള്ളത്, അല്ലെങ്കിൽ എവിടെയാണ് നമ്മുടെ പ്രശ്നങ്ങൾ, അതൊക്കെ നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റും. ദെൻ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു 10 ദിവസം പോലെ തന്നെ നെക്സ്റ്റ് 5 days എന്ന് പറയുന്നത് ഒരു ഫൈനൽ ലാബ് റിവിഷനാണ്. ഒരു ഫൈനൽ ലാബ്, അത് നമ്മുടെ ഫുൾ എക്സാം ക്രാക്ക് ചെയ്യാനുള്ള ഒരു ഫൈനൽ ലാബ് സെഷനാണ്. അപ്പോൾ ആ 5 days കൊണ്ട് നമ്മൾ ഈ പഠിച്ചിട്ടുള്ള 75 days അല്ലെങ്കിൽ 10 days കൊണ്ട് നമ്മൾ ആ ഒരു കൺസോളിഡേറ്റ് ചെയ്ത് പഠിച്ചിട്ടുള്ളതിൻ്റെ ഒരു ഫൈനൽ ലാബ് സെഷനാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു 3 സ്റ്റേജസ് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും ടെക് PSCയുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു സ്റ്റഡി പ്ലാൻ, നമ്മുടെ 75 daysലുള്ള ആ ഒരു സിലബസിൻ്റെ സ്റ്റഡി പ്ലാൻ ഞാനിവിടെ ഒന്ന് അനലൈസ് ചെയ്യാം, അതെങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമ്മളിവിടെ ആ ഒരു സിലബസിനെ നമ്മൾ മോഡ്യൂൾ 1, മോഡ്യൂൾ 2 ഈ രീതിയിൽ നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മോഡ്യൂൾ 1 ആദ്യമേ അങ്ങ് പഠിച്ച് തീർക്കുമല്ല, അല്ലെങ്കിൽ മോഡ്യൂൾ 2 അങ്ങ് പഠിച്ച് തീർക്കുമല്ല. നമ്മളിത് ഓരോ ഡേയ്സും നമ്മൾ ഓരോ മോഡ്യൂളിൻ്റെ ടോപ്പിക്കുകളാണ് പഠിക്കുന്നത്, ഓരോ യൂണിറ്റായിട്ടാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. അപ്പോൾ ഞാൻ day 1 മോഡ്യൂൾ 1 എസെൻഷ്യൽസ് ഓഫ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ്ങിൻ്റെ കുറച്ച് ടോപ്പിക്സ് ആണ് പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം ഇതിൻ്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് 12 മാർക്കാണ്. എസെൻഷ്യൽ അല്ലെങ്കിൽ ബേസിക്സ് ഓഫ് ഇലക്ട്രോണിക്സ്, പിന്നെ കുറച്ച് കമ്മ്യൂണിക്കേഷൻ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അത് GSM പോലുള്ള ചില ടോപ്പിക്കുകളാണ്. എങ്കിലും ഇത് നമുക്ക് ഇലക്ട്രോണിക് സർക്യൂട്ട്സുമായിട്ടൊക്കെ ഒന്ന് കമ്പൈൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. മോഡ്യൂൾ 2 ആണ് സർക്യൂട്ട്സ് എങ്കിലും മോഡ്യൂൾ 1 നമ്മൾ കുറേ ഇലക്ട്രോണിക്സിൻ്റെ കാര്യങ്ങൾ ഇതിനകത്ത് പഠിക്കുന്നുണ്ട്. റെക്ടിഫയർ പഠിക്കുന്നുണ്ട്, LED എന്താണ്, ആക്റ്റീവ് ഡിവൈസസ് എന്താണ്, പാസീവ് ഡിവൈസസ്. അതായത് ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുള്ള നമ്മൾ ചെയ്തിട്ടുള്ള വർക്ക്ഷോപ്പുകൾ അല്ലെങ്കിൽ ഫസ്റ്റ് ഇയറിലുള്ള ബേസിക് ഇലക്ട്രോണിക്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു മോഡ്യൂളാണ് എസെൻഷ്യൽസ് ഓഫ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. അതിനകത്ത് വരുന്ന ബേസിക് കാര്യങ്ങളാണ് മോഡ്യൂൾ 1 പഠിക്കുന്നത്. അപ്പോൾ day 1, day 2 നമ്മൾ എസെൻഷ്യൽസ് ഓഫ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് മോഡ്യൂളാണ് ഡീൽ ചെയ്യുന്നത്. അതിൽ റെക്ടിഫയേഴ്സ്, SMPS, സ്വിച്ച് മോഡ് പവർ സപ്ലൈ, ഈ കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. ദെൻ day 3 നമ്മൾ ഇലക്ട്രോണിക് സർക്യൂട്ട്സ്, നമ്മുടെ 20 മാർക്ക് വെയിറ്റേജ് ഉള്ള ഇലക്ട്രോണിക് സർക്യൂട്ട്സിലേക്ക് പോവുകയാണ്. അതിൽ നമുക്ക് സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസ് ഉണ്ട്, ഡയോഡ് എന്താണ് അല്ലെങ്കിൽ PN ജംഗ്ഷൻ എന്താണ്, സെനർ ഡയോഡ് എന്താണ്, നമ്മുടെ ടണൽ ഡയോഡ് എന്താണ്, ട്രാൻസിസ്റ്റേഴ്സ് NPN ആൻഡ് PNP ട്രാൻസിസ്റ്റേഴ്സ്, N ചാനൽ ആൻഡ് P ചാനൽ JFET, അതുപോലെ തന്നെ MOSFET. ഇതൊക്കെ നമുക്ക് ഈ ഒരു മോഡ്യൂൾ 2 പഠിക്കാനുള്ളതാണ്. അപ്പോൾ 3, 4 നമ്മൾ ആ ഒരു ടോപ്പിക്കുകളാണ്. അതുപോലെ തന്നെ 5 നമ്മൾ ട്രാൻസിസ്റ്റേഴ്സ് ആണ് പഠിക്കുന്നത്. CE, CB, CC ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ അതിൻ്റെ കോൺഫിഗറേഷൻ, ഡിഫറൻസ്, കമ്പാരിസൺ, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. CE, CB, CC. ദെൻ അതിൻ്റെ കറണ്ട് ഗെയിൻ, ഹാർമോണിക് ഡിസ്റ്റോഷൻ, കഴിഞ്ഞ് നമ്മളൊരു ക്വസ്റ്റ്യൻ അതിനകത്ത് ചോദിച്ചിട്ടുണ്ട്. പവർ ആംപ്ലിഫൈന്നും ചോദിക്കാവുന്നതാണ് അല്ലെങ്കിൽ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ ടോപ്പിക്കുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. CE, CB, CCയുടെ കമ്പാരിസൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. JFET, MOSFET, ഈ പോർഷൻ MOSFET ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ടോപ്പിക്കുകളൊക്കെ നമ്മുടെ സർക്യൂട്ട്സിൽ വരുന്നതാണ്. 20 മാർക്കിന് തന്നെ നമുക്ക് ചോദിക്കുന്ന ഒരു മോഡ്യൂളാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മോഡ്യൂളാണ്. അപ്പോൾ ഇതാണ് നമ്മളൊരു 5 days നമ്മൾ 1, 2 ഇങ്ങനെ കമ്പൈൻ ചെയ്തങ്ങ് പഠിക്കുവാണ്. കാരണം അതെല്ലാം നമ്മുടെ ഇലക്ട്രോണിക്സ് ടോപ്പിക്കുകളാണ്. ദെൻ മോഡ്യൂൾ 2 കണ്ടിന്യൂ ചെയ്യുവാണ്. ബയാസിംഗ് മെത്തേഡ്സ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സ്, നമ്മുടെ AC, DC ഡോട്ട് ലൈൻസ്, ഫ്രീക്വൻസി റെസ്പോൺസ്, ദെൻ ഡിഫറെൻറ്റ് കപ്ലിംഗ് മെത്തേഡ്സ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻറ്റും നമുക്ക് പഴയ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ അതിനകത്ത് ചോദിച്ചിട്ടുള്ളത് ഏരിയാസുമാണ്. ബയാസിംഗ് മെത്തേഡ്സിൽ നിന്നൊക്കെ ചോദിക്കാം. ഏതൊക്കെ ബയാസിംഗ് മെത്തേഡ്സ് ആണ്, ഏതാണ് ബെസ്റ്റ് മെത്തേഡ്, സ്റ്റെബിലിറ്റി ഫാക്ടർ എന്താണ്, അങ്ങനെയുള്ള കുറേ ഏരിയ അതിനകത്തുനിന്ന് കവർ ചെയ്ത് പോകുന്നതാണ്. ദെൻ മോഡ്യൂൾ 1 കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് SMD അല്ലെങ്കിൽ
സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്താണ്, അങ്ങനെ ഉള്ള കുറച്ച് കാര്യങ്ങൾ. ഇതൊക്കെ ശരിക്കും 1 day വേണമെന്നില്ല, എങ്കിലും നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് അങ്ങനെ നമുക്ക് കുറച്ച് റിവൈസ് ഒക്കെ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു മോഡ്യൂളാണ് മോഡ്യൂൾ 1 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു 7 days കൊണ്ട് നമ്മൾ മോഡ്യൂൾ 1ഉം മോഡ്യൂൾ 2ൻ്റെയും കുറേ പോർഷൻസ് കവർ ചെയ്യുന്നു. ദെൻ day 8 and 9, കാരണം നമ്മൾ വെറുതെ അങ്ങ് പഠിച്ചു പോയിട്ട് കാര്യമില്ല. നമ്മൾ ഈ പഠിച്ചത് ഒരു 1 week കൂടുമ്പോൾ നമ്മൾ റിവൈസ് ചെയ്യണം. നമ്മൾ പഠിച്ചിട്ടുള്ള ടോപ്പിക്കുകൾ നമ്മൾ റിവിഷൻ നടത്തും. ആ റിവിഷൻ മാത്രം പോരാ, അതോടൊപ്പം തന്നെ മോക്ക് ടെസ്റ്റുകൾ നടത്തും. ഈ ടോപ്പിക് വൈസ് മോക്ക് ടെസ്റ്റുകൾ നടത്തും. അതിൻ്റെ ആ ഒരു റിസൾട്ടുകൾ നമ്മൾ അനലൈസ് ചെയ്ത് നോക്കും. നമുക്ക് എത്ര ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട്, എവിടെയാണ് നമ്മുടെ ഡിഫിക്കൽട്ടി എന്താണ്, ഇതൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുന്നതാണ്. ദെൻ മോഡ്യൂൾ 3യിലേക്ക് വരുവാണ്. മോഡ്യൂൾ 3യിൽ നമ്മുടെ ലീനിയർ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് അല്ലെങ്കിൽ ഓപ്പാമ്പ് ആണ്. അതിൽ നമ്മൾ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഓപ്പാമ്പ് എന്താണ്, ഓപ്പാമ്പ് എന്ന് പറയുമ്പോഴേ നമുക്കറിയാം ഒരു ഹൈ ഗെയിൻ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്. അപ്പോൾ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്താണെന്ന് അറിയണം, CMRR, സ്ലീവ് റേറ്റ്, ഇങ്ങനെയുള്ള ക്യാരക്ടറിസ്റ്റിക്സ് അറിയണം. ദെൻ വെർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റുകൾ, ഇതൊക്കെ നമ്മൾ ഈ ഒരു മോഡ്യൂളിലാണ് കവർ ചെയ്യുന്നത്. സോ മോഡ്യൂൾ 3 നമ്മുടെ ഓപ്പാമ്പ് ആണ്. സോ 10th day ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. ദെൻ നമ്മുടെ day 11, 12 വീണ്ടും നമ്മുടെ എസെൻഷ്യൽസിലേക്ക് വരുവാണ്. 11 and 12 നമ്മുടെ എസെൻഷ്യൽസിലെ ബാക്കി ടോപ്പിക്കുകൾ. കാരണം എസെൻഷ്യൽ 12 മാർക്കാണെങ്കിലും അത്യാവശ്യം കുറേ ബേസിക് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. വലിയ പ്രോബ്ലംസോ കാര്യങ്ങളോ ഒന്നും ചോദിക്കില്ല, കാരണം ആപ്ലിക്കേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് വരുന്നത്. സ്വിച്ചൊക്കെ നമുക്ക് പണ്ടും ചോദിക്കാറുള്ളതാണ്. SPST, SPDT, DPDT, സിംഗിൾ പോൾ, ഡബിൾ പോൾ, അങ്ങനെ കുറേ സ്വിച്ചസ് ഉണ്ട്. ഇതൊക്കെ കുറേ പഴയ ടോപ്പിക്കുകളാണ്. ഇതൊക്കെ ചിലപ്പോൾ എല്ലാ ടെക്സ്റ്റ് ബുക്കുകളിലൊന്നും കാണണമെന്നില്ല. ഇത് കുറച്ച് ഓൾഡ് ടെക്സ്റ്റ് ബുക്കുകളിലും അതുപോലെ തന്നെ നെറ്റിലൊക്കെ റെഫർ ചെയ്ത ഒരുപാട് കാര്യങ്ങൾ ഇതിനെപ്പറ്റി പഠിക്കാൻ പറ്റും. കാരണം അത് ആപ്ലിക്കേഷൻ റിലേറ്റഡ് ആണ്. അതിപ്പോൾ അത് അങ്ങനെ പഠിക്കേണ്ടി വരും. ദെൻ നമ്മുടെ മോഡ്യൂൾ 1ൽ തന്നെ മൈക്രോ കൺട്രോളേഴ്സ് പറയുന്നുണ്ട്. ഈ മൈക്രോ കൺട്രോളറും മൈക്രോ പ്രോസസ്സറും നമ്മൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആ ഒരു മോഡ്യൂളിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതും അതിൻ്റെ ഒരു ബേസിക് ബ്ലോക്ക് ഡയഗ്രാം കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ കുറച്ചും കൂടെ അത് നമ്മൾ ആ മോഡ്യൂളിലേക്ക് വരുമ്പോൾ അത് കുറച്ചുകൂടെ ക്ലിയർ ആവും. ദെൻ വീണ്ടും നമ്മൾ മോഡ്യൂൾ 2ലെ ആംപ്ലിഫയർ സെക്ഷൻ, ഓസിലേറ്റർ സെക്ഷൻസ് ഒക്കെയാണ് പഠിക്കുന്നത്. നമ്മൾ ബേസിക് ട്രാൻസിസ്റ്റർ, ഡയോഡ് എന്തൊക്കെയാണെന്ന് ആദ്യം നമ്മുടെ എസെൻഷ്യൽസിൻ്റെ കൂടെ തന്നെ പഠിക്കും. ദെൻ അതിനുശേഷം നമ്മൾ ആംപ്ലിഫയറിലേക്കും ഫീഡ്ബാക്കിലേക്കും ഒക്കെ വരും. ദെൻ അത് കഴിഞ്ഞ് ഓസിലേറ്റേഴ്സ് പഠിക്കാനുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓസിലേറ്റേഴ്സ്, അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, വാട്ട് ആർ ദ എഫക്റ്റ് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഫീഡ്ബാക്ക്, ഇതൊക്കെ നമ്മുടെ സർക്യൂട്ട്സിലെ മെയിൻ ടോപ്പിക്കുകളാണ്. ആംപ്ലിഫയർ ആയാലും DC ബയാസിങ് ആയാലും ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കുകളാണ്. അതെല്ലാം നന്നായിട്ട് പഠിച്ചു വെക്കേണ്ട ടോപ്പിക്കുകളാണ്. ദെൻ നമ്മുടെ 15th സെഷൻ വീണ്ടും നമ്മുടെ മോഡ്യൂൾ 3 ആണ്. കാരണം വീണ്ടും നമ്മൾ ബേസിക് ആയിട്ടുള്ള ഓപ്പാമ്പ്, വളരെ ഈസി ആയിട്ട് പഠിക്കാവുന്ന ഓപ്പാമ്പ്, 741 ഓപ്പാമ്പിൻ്റെ ബേസിക് കാര്യങ്ങൾ, ഇൻവേർട്ടിംഗ്, നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ, അത് പഠിച്ചാലേ നമുക്ക് ബാക്കിയുള്ള ആപ്ലിക്കേഷൻസ് പഠിക്കാൻ പറ്റും. എപ്പോഴും ഇൻവേർട്ടിംഗ് എന്താണ്, നോൺ ഇൻവേർട്ടിംഗ് എന്താണ്, ഓപ്പൺ ലൂപ്പ് എന്താണ്, ക്ലോസ് ലൂപ്പ് എന്താണ്, വീണ്ടും ബേസിക് കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ മോഡ്യൂൾ 1ൽ കുറച്ച് കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. CDMA എന്താണ്, GSM എന്താണ്, 3G 2G ടെക്നോളജീസ്, അതിനെക്കുറിച്ചൊരു കമ്പാരിസൺ ഇവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ 5G വരെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നത് നല്ലതാണ്. അതും കൂടെ പഠിക്കുക. കാരണം ഇപ്പം ടെക്നോളജീസ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് 3G 4G 5G കമ്പാരിസൺ എല്ലാം നോക്കുക. ദെൻ വീണ്ടും 2 weeks കഴിയുമ്പോൾ നമ്മളൊരു റിവിഷൻ, ഒരു ക്വിക്ക് റിവിഷൻ ഇപ്പം പഠിച്ച ടോപ്പിക്കുകളിൽ നിന്ന് വീണ്ടും നടത്തുന്നു. അതിൻ്റെയും മോക്ക് ടെസ്റ്റുകൾ അല്ലെങ്കിൽ വീക്ക്ലി എക്സാംസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതിലൂടെ നമുക്ക് വീണ്ടും കൂടുതൽ കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ പറ്റും. ദെൻ 19th 20th 21st ഡേയിൽ വീണ്ടും നമ്മൾ നമ്മുടെ മോഡ്യൂൾ 3 തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. പ്രത്യേകിച്ചും അതിൻ്റെ ആപ്ലിക്കേഷൻസ്, സമ്മിങ് ആംപ്ലിഫയർ, ഓപ്പാമ്പിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്. സമ്മിങ് ആംപ്ലിഫയർ, സബ്ട്രാക്ടർ, പ്രിസിഷൻ റെക്ടിഫയേഴ്സ്, ഇതെല്ലാം ആപ്ലിക്കേഷൻസ് ആണ്. ദെൻ അതുപോലെ തന്നെ നോൺ ലീനിയർ ഓപ്പാമ്പ് സർക്യൂട്ട്സ്, ഷ്മിഡ് ട്രിഗർ, കമ്പാരറ്റർ, ആൻറ്റി ലോഗ്, ലോഗ്, ഇതെല്ലാം നമുക്ക് പഠിക്കേണ്ടതാണ്. ഓപ്പാമ്പിൽ നിന്ന് വരുന്നതാണ്. ദെൻ ഓപ്പാമ്പിൽ നിന്ന് കുറച്ച് ഡിഫറെൻറ്റ് ആയിട്ട് ഓപ്പാമ്പിൽ വരുന്നതാണ് അസ്റ്റേബിൾ മോണോസ്, മൾട്ടി വൈബ്രേറ്റേഴ്സ് എന്ന് പറയുന്ന സെക്ഷൻ. ദെൻ അതുപോലെ തന്നെ ഫിൽറ്റേഴ്സ് ഉണ്ട്. ഓപ്പാമ്പ് യൂസ് ചെയ്തിട്ടുള്ള ഫിൽറ്റേഴ്സ് ആണ് ആക്റ്റീവ് ഫിൽറ്റേഴ്സ്. അതും എൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ്, അതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ, ഇതെല്ലാം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ മോഡ്യൂൾ 3
നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. മോഡ്യൂൾ 3യുടെ ബേസിക് ഒരു ആപ്ലിക്കേഷനും കാര്യങ്ങളും ഒക്കെ നമ്മൾ മോഡ്യൂൾ 3യുടേത് കണ്ടിന്യൂ ചെയ്യുക. ദെൻ വീണ്ടും നമ്മുടെ മോഡ്യൂൾ 1ൽ കുറച്ച് ടോപ്പിക്സ് കൂടെ പെൻഡിങ് ഉണ്ട്, അതും പഠിക്കണം. കാരണം അത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇത് നിങ്ങൾ ബാക്കിയുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് പഠിച്ചു പോയാൽ മതി ഒരു ദിവസം. അത് കാരണം ആ ഒരു പോർഷൻ അങ്ങ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇടയ്ക്ക് ആ ഒരു ടോപ്പിക്ക് അങ്ങ് പെട്ടെന്ന് പഠിച്ചു പോകാവുന്ന ടോപ്പിക്കുകളാണ് ഇൻവെർട്ടർ ആൻഡ് UPS. ദെൻ ഓൺലൈൻ ഓഫ്ലൈൻ UPS എന്താണ്, അതിൻ്റെ കമ്പാരിസൺ, അങ്ങനെ ബാറ്ററി UPS ബാറ്ററി ഏതൊക്കെയാണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ UPS റിലേറ്റഡ് ആയിട്ടുള്ള ഇൻവെർട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ. പിന്നെ നമ്മുടെ വേസ്റ്റുകൾ, അതിൻ്റെ ഹെൽത്ത് ഹസാർഡ്സ് എന്തൊക്കെയാണ്. അപ്പോൾ അതെല്ലാം നമുക്ക് ഈസി ആയിട്ട് പഠിക്കാവുന്ന ഒരു മോഡ്യൂളാണ്. എസെൻഷ്യൽസ് ഓഫ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ്ങിൻ്റെ ടോപ്പിക്കുകൾ, ലാസ്റ്റ് വരുന്ന ടോപ്പിക്കുകളാണത്. വീണ്ടും മോഡ്യൂൾ 2ൽ കുറച്ച് ടോപ്പിക്സുകൾ നമ്മുടെ ഓസിലേറ്റേഴ്സിൻ്റെ പെൻഡിങ് വരുന്നുണ്ട്. ഓസിലേറ്റേഴ്സിൻ്റെ ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഏതൊക്കെ ടൈപ്പ് ഓഫ് ഓസിലേറ്റേഴ്സ് ആണ്, അതിൻ്റെ ക്രിസ്റ്റൽ ഓസിലേറ്റർ, അതിൻ്റെ അനാലിസിസ് അല്ലെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻസ്, അതിൻ്റെ കമ്പാരിസൺ, ലോ ഫ്രീക്വൻസിയിൽ ഹൈ ഫ്രീക്വൻസിയിൽ ഉപയോഗിക്കുന്ന ഓസിലേറ്റേഴ്സ്, അങ്ങനെയൊക്കെ നമുക്ക് പല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാം. വീണ്ടും ഇലക്ട്രോണിക് സർക്യൂട്ട്സിലും അസ്റ്റേബിൾ, മോണോസ്റ്റേബിൾ, മൾട്ടി വൈബ്രേറ്റേഴ്സ് ഉണ്ട്, ഷ്മിഡ് ട്രിഗേഴ്സ് ഉണ്ട്. ഇതെല്ലാം നമുക്ക് ഓപ്പാമിൽ പഠിച്ചതുപോലെ ഇവിടെയും വരുന്നുണ്ട്. അപ്പോൾ അതും നമ്മൾ കവർ ചെയ്യേണ്ടതാണ്. ദെൻ വീണ്ടും നമ്മുടെ ഒരു 8 days അല്ലെങ്കിൽ 7 days കഴിയുമ്പോൾ നമ്മൾ റിവിഷൻ നടന്ന പോലെ വീണ്ടും ഒരു വീക്ക്ലി റിവിഷൻ നടക്കണം. അവിടെ ഒരു വീക്ക്ലി എക്സാം നടത്തണം. അപ്പോൾ ആ ഒരു ടോപ്പിക്കുകളുടെ ഒരു അനാലിസിസ് നമുക്ക് അവിടുന്ന് തന്നെ ആ 1 week പഠിച്ച കാര്യങ്ങൾ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ദെൻ വീണ്ടും മോഡ്യൂൾ 3ൽ നമ്മൾ ലീനിയർ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് മോഡ്യൂൾ 3 തന്നെ കണ്ടിന്യൂ ചെയ്യുവാണ്. ഫിൽറ്റേഴ്സ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് മോഡ്യൂൾ 3ൽ. ദെൻ അതിനകത്ത് തന്നെ ബട്ടർവർത്ത്, ഷെബിഷേവ് ഫിൽറ്ററൊക്കെ ഉണ്ട്, അത് പഠിക്കണം. ദെൻ ട്രയാങ്കുലർ വേവ്, SO2 ജനറേറ്റേഴ്സ്, ഇതെല്ലാം നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ കവർ ചെയ്യാൻ പറ്റുന്നതാണ്. വീണ്ടും മോഡ്യൂൾ 3ൽ ഓസിലേറ്റേഴ്സ് പഠിക്കാനുണ്ട്. നമ്മൾ സർക്യൂട്ട്സിൽ പഠിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. മൾട്ടി വൈബ്രേറ്റേഴ്സ് ഉണ്ട്. 555 നമ്മൾ LIC-ക്കകത്ത് ലീനിയർ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സിനകത്ത് പഠിക്കുന്നുണ്ട്. ദെൻ PLL, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. LIC-ക്കകത്ത് വരുന്ന ലാസ്റ്റ് ടോപ്പിക്കുകളാണ് PLL, ഫേസ് ഡിറ്റക്ടർ. ഇപ്പോൾ PLL റിലേറ്റ് ചെയ്തിട്ടുള്ള ക്യാപ്ചർ റേഞ്ച്, ലോക്ക് റേഞ്ച് കാര്യങ്ങളെല്ലാം പഠിക്കണം. ദെൻ നമ്മൾ വീണ്ടും ഇൻ്റഗ്രേറ്റഡ് ഡിഫറൻഷിയേറ്റർ ഒക്കെ നമുക്ക് ഓപ്പാം ബേസ് ചെയ്തിട്ടുണ്ട്. മില്ലർ, ബൂട്ട് സ്ട്രാപ്പ്, സ്വീപ്പ് സർക്യൂട്ട്, ദെൻ V2I കൺവേർട്ടേഴ്സ്, ഇതൊക്കെ ആപ്ലിക്കേഷനകത്ത് വരുന്നതാണ്. ആ ടോപ്പിക്കുകളൊക്കെ നമ്മുടെ ഓപ്പാമ്പിനകത്ത് വരുന്നുണ്ട്. ഇതെല്ലാം ഒരു ദിവസം കൊണ്ട് കവർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഓപ്പാമ്പ് 20 മാർക്കാണ്, അത് ഓർക്കുക. ഓപ്പാമ്പും സർക്യൂട്ട്സും എല്ലാം 20 മാർക്കിൻ്റെ ഒരു ടോപ്പിക്കാണ്. ദെൻ നമ്മുടെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, മൈക്രോ പ്രോസസ്സർ, മൈക്രോ കൺട്രോളർ നമ്മുടെ മോഡ്യൂൾ 4 ആണ്. അതിൻ്റെയും വെയിറ്റേജ് 20 ആണ്. അപ്പോൾ അതിനകത്ത് ബേസിക് ആയിട്ട് ഡിജിറ്റൽ കൺവേർഷൻസ് കാര്യങ്ങളൊക്കെ വരും. അത് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാം. 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ കൺവേർഷൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് കൺവേർഷൻസിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നമുക്ക് പഠിക്കാവുന്നതാണ്. ഗ്രേ, BCD, XS3, കോംപ്ലിമെൻ്ററി കോഡ്സ്, വെയ്റ്റഡ്, അൺവെയ്റ്റഡ് കോഡ്സ്, പാരിറ്റി. അപ്പോൾ ഇതെല്ലാം നമുക്ക് ആ ഒരു ടോപ്പിക്കിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. അത് 1-2 ദിവസം എടുത്തിട്ടാണ് അത് പഠിക്കേണ്ടത്. ദെൻ മോഡ്യൂൾ 4ൽ തന്നെ നമ്മുടെ ബൂലിയൻ ആൾജിബ്ര, ഡി മോർഗൻസ് ലോ, ഡിജിറ്റൽ പോർഷൻസ് ആണ് ഇപ്പോൾ പറയുന്നത്. ഈ ടോപ്പിക്കുകളൊക്കെ നമ്മുടെ കോമ്പിനേഷണൽ, സീക്വൻഷ്യൽ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കേണ്ടത് ഈ ഒരു, കാരണം ആ മോഡ്യൂളൊക്കെ കുറച്ച് വാസ്റ്റാണ്, 20 മാർക്കിനുമുണ്ട്. അപ്പോൾ അത് കൂടുതൽ എഫേർട്ട് എടുത്ത്, കൂടുതൽ സമയം എടുത്ത് പഠിക്കേണ്ടതാണ്. ഒരു ഫുൾ ഡേ കംപ്ലീറ്റ് ഇരുന്ന് പഠിച്ച് അതിൻ്റെ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്ത് നോക്കേണ്ടതാണ്. ദെൻ മൾട്ടിപ്ലക്സർ, ഡീമൾട്ടിപ്ലക്സർ, ആഡേഴ്സ്, ഇതെല്ലാം നമ്മളൊരു ദിവസം കൊണ്ട് കവർ ചെയ്യേണ്ടതാണ്. വീണ്ടും ഇത്രയും പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഡിജിറ്റലിൽ നിന്നുള്ള പോർഷൻസിൻ്റെ എല്ലാം ഒരു റിവിഷൻ ഇവിടെ വരുന്നുണ്ട്. ഇപ്പം പഠിച്ചിട്ടുള്ള ടോപ്പിക്കുകൾ ബൂലിയൻ ആൾജിബ്ര, ലോജിക് സർക്യൂട്ട്സ്, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ, കൺവേർഷൻസിൻ്റെ എല്ലാം ഒരു റിവ്യൂ അല്ലെങ്കിൽ ഒരു റിവിഷൻ നമ്മളവിടെ ചെയ്യണം. ദെൻ അതുപോലെ തന്നെ അതിൻ്റെയും മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് നോക്കണം. വീണ്ടും നമ്മുടെ ഡിജിറ്റൽ കണ്ടിന്യൂഷനാണ്. ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ പഠിക്കണം. ദെൻ കൗണ്ടേഴ്സ്, അതുപോലെ തന്നെ നമ്മുടെ ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ്, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ചെറിയ ഡിസൈൻ ഇക്വേഷൻസും കാര്യങ്ങൾ, റിംഗ്, ജോൺസൺ കൗണ്ടേഴ്സ്, ഇതെല്ലാം ചെറിയൊരു ഇക്വേഷൻസും കാര്യങ്ങളും വരുന്നതാണ്. ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ പഠിക്കണം. അതിൻ്റെ
കമ്പാരിസൺ പഠിക്കണം. ദെൻ നമുക്ക് വരുന്ന കുറച്ച് വാസ്റ്റ് ടോപ്പിക്കാണ് നമ്മുടെ മോഡ്യൂൾ 5 കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്. അതിൽ സിഗ്നൽസിൽ നിന്നാണ് തുടങ്ങുന്നത്. എല്ലാം കമ്മ്യൂണിക്കേഷൻ തുടങ്ങുന്നത് ബേസിക് സിഗ്നൽസിൽ നിന്നാണ്. ഏതൊക്കെ ബേസിക് സിഗ്നൽസ് ഉണ്ട്, കുറച്ച് സിഗ്നൽസ് ആൻഡ് സിസ്റ്റം, LTI സിസ്റ്റം എന്താണെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കമ്മ്യൂണിക്കേഷൻ നോയ്സുകൾ ഏതൊക്കെ ടൈപ്പ് ഉണ്ട്, സിഗ്നൽ ടു നോയ്സ് റേഷ്യോ എന്താണ്. അപ്പം ബേസിക് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളാണ് ആദ്യം സിലബസിൽ കൊടുത്തേക്കുന്നത്. വീണ്ടും ഈ ടോപ്പിക്കുകളുടെ ഒരു 2 ദിവസത്തെ ഡിവിഷൻ പറയുന്നുണ്ട്. അതിൻ്റെ വീക്ക്ലി എക്സാംസ് നമ്മൾ നടത്തുന്നുണ്ട്. അപ്പോൾ അതെല്ലാം അറ്റൻഡ് ചെയ്യണം. ദെൻ വീണ്ടും നമ്മൾ ഡിജിറ്റൽ പോർഷനിലെ മെമ്മറി എലമെൻറ്റ്സ്, അതുപോലെ തന്നെ ലോജിക് ഫാമിലീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ കമ്പാരിസൺ പ്രത്യേകിച്ചും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫാസ്റ്റസ്റ്റ് ഏതാണ്, പവർ ഡിസിപ്പേഷൻ എങ്ങനെയാണ്, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ റാം, റോം, ഫ്ലാഷ് മെമ്മറീസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് ഡിജിറ്റൽ പോർഷനിൽ നിന്ന്. ദെൻ CMOS ഇൻവെർട്ടർ ഉണ്ട്, DAC, ADC പോർഷൻസ്, DAC പോർഷൻസ് പറയുന്നുണ്ട്. അതിൻ്റെ പാരാമീറ്റേഴ്സ്, ആക്യുറസി, റെസൊല്യൂഷൻ, കൺവേർഷൻ സ്പീഡ്, ഇതെല്ലാം ADC, DAC, അനലോഗ് ടു ഡിജിറ്റലും ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടേഴ്സിനകത്ത് വരുന്നതാണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് പോർഷനിൽ നിന്ന് വരുന്ന ടോപ്പിക്കുകളാണ്. ദെൻ അതുപോലെ തന്നെ വീണ്ടും ADC, സാമ്പിൾ ആൻഡ് ഹോൾഡ്, ഫ്ലാഷ് കൺവേർട്ടർ, ഇതെല്ലാം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ADCs ആണ്. അതെല്ലാം നമ്മൾ ഒരു ദിവസം കൊണ്ട് കവർ ചെയ്യണം. ദെൻ മൈക്രോ പ്രോസസ്സേഴ്സിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള 8086ൻ്റെ ആർക്കിടെക്ചറുണ്ട്. പിന്നെ കുറേ ഇൻസ്ട്രക്ഷൻ സെറ്റും കാര്യങ്ങളും അഡ്രസ്സിങ് മോഡ്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഇൻ്റർഫേസിങ് ചിപ്സുകൾ, കുറേ ബേസിക്സ് കാര്യങ്ങൾ, മൈക്രോ കൺട്രോളേഴ്സിൻ്റെ ബേസിക് കാര്യങ്ങൾ, ഇതെല്ലാം നമുക്ക് കണ്ടിന്യൂസ് ഡേയ്സ് ആയിട്ട് നമുക്കത് കവർ ചെയ്ത് അതിൻ്റെ ഇൻസ്ട്രക്ഷൻ സെറ്റും കാര്യങ്ങളും എല്ലാം പഠിച്ചെടുക്കാവുന്നതാണ്. ദെൻ വീണ്ടും കമ്മ്യൂണിക്കേഷനിലേക്ക് വരുവാണെങ്കിൽ ഷാനോൺ തിയറം, ഇൻസ്ട്രുമെൻറ്റേഷനിൽ നിന്നുള്ള കുറച്ച് ഏരിയ വരുന്നുണ്ട്, അതും പഠിക്കണം. ഇതെല്ലാം ബേസിക് കമ്മ്യൂണിക്കേഷനകത്ത് വരുന്ന കാര്യങ്ങളാണ്. ഷാനോൺ തിയറം, എൻട്രോപ്പി, ബോഡ് റേറ്റ്, മാക്സിമം ചാനൽ കപ്പാസിറ്റി, ഇതെല്ലാം കമ്മ്യൂണിക്കേഷൻ റിലേറ്റ് ചെയ്ത് അതിൻ്റെ ബേസിക് കാര്യങ്ങളായിട്ട് വരുന്നതാണ്. ദെൻ നമ്മുടെ വീണ്ടും റിവിഷനാണ്, 2 ദിവസത്തെ റിവിഷൻ, ഈ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ പോർഷനിൽ നിന്നുള്ള റിവിഷൻ. ദെൻ അതിൻ്റെ വീക്ക്ലി എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നതാണ്. വീണ്ടും നമുക്ക് കമ്മ്യൂണിക്കേഷനിൽ നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് കമ്മ്യൂണിക്കേഷൻ, റേഡിയേഷൻ, ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷൻ, സ്പേസ് വേവ് പ്രൊപ്പഗേഷൻ, സ്കൈ വേവ് പ്രൊപ്പഗേഷൻ, അങ്ങനെ കുറച്ച് ലെയേഴ്സും അറ്റ്മോസ്ഫിയറിക് ലെയേഴ്സിനെ കുറിച്ചൊക്കെ കുറച്ച് ടോപ്പിക്കുകളുണ്ട്. നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് തിയറി റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ഒരു ഏരിയ ആണത്. ഇതെല്ലാം കമ്മ്യൂണിക്കേഷനിൽ തന്നെ വരുന്നതാണ്. ദെൻ നമ്മുടെ കോർ പോർഷൻ ഇതൊക്കെയാണ്. നമ്മുടെ AM, ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, അതിൻ്റെ സബ് കമ്പോണൻസ് ആയിട്ട് വരുന്നത് ഡബിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കാരിയർ, SSB, VSB, ഇതെല്ലാം നമുക്ക് പഠിക്കേണ്ടതാണ്. വീണ്ടും നമ്മൾ നമ്മുടെ ലാസ്റ്റ് മോഡ്യൂളിലൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കൂടെ നമ്മളതും ഒരു യൂണിറ്റായിട്ട് പഠിച്ചു പോകുന്നുണ്ട്. പവർ ഇലക്ട്രോണിക്സ്, ഒപ്റ്റോ ഇലക്ട്രോണിക്സ്, PLC, മെഷറിംഗ് എക്യുപ്മെൻറ്റ്സ്. അപ്പോൾ അതിനകത്തും 10 മാർക്കേ ഉള്ളൂ. കുറച്ച് ടോപ്പിക്കുകൾ പറയുന്നുണ്ട്. അപ്പോൾ അതും IGBT, SCR ഒക്കെ, പ്രത്യേകിച്ച് ഈ ഒരു തൈറിസ്റ്റർ, ഈ ഒരു മോഡ്യൂൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. IGBT, SCS, കാരണം ഇതെല്ലാം കമ്പയർ ചെയ്ത് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് ഈ ഒരു പോർഷനിൽ നിന്ന്. ദെൻ അതിൻ്റെ ട്രിഗറിങ് മെത്തേഡ്സ് കാര്യങ്ങളെല്ലാം പഠിക്കണം. പവർ ഇലക്ട്രോണിക്സ്, ഒപ്റ്റോ ഇലക്ട്രോണിക്, മെഷറിംഗ് എക്യുപ്മെൻറ്റ്സ് പോർഷനിൽ നിന്ന് വരുന്ന ഏരിയാസ് ആണിത്. ദെൻ അതുപോലെ AM ട്രാൻസ്മിറ്റർ, AM FM വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നാരോ ബാൻഡ് FM ജനറേഷൻ മെത്തേഡ്സ്, ഡയറക്റ്റ് ഇൻഡയറക്റ്റ് മെത്തേഡ്സ്, ഡീമോഡുലേഷൻ മെത്തേഡ്സ്, ഇതൊക്കെ നമുക്കറിയാവുന്നതാണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീ എംഫസിസ്, ഡി എംഫസിസ് എന്തൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. ദെൻ ഫേസ് മോഡുലേഷൻ എന്താണ്, ഇപ്പോൾ ഇതിൽ നിന്നൊക്കെ ചെറിയ ചെറിയ പ്രോബ്ലംസും ഒക്കെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ അതെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മുടെ ക്വസ്റ്റ്യൻ സെഷനിൽ നമുക്ക് ചെറിയ ചെറിയ AMൻ്റെ പവർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, മോഡുലേഷൻ ഇൻഡെക്സ്, ഇതൊക്കെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ദെൻ വീണ്ടും നമ്മുടെ പവർ ഇലക്ട്രോണിക്സ് ടോപ്പിക്കിൽ നിന്നും ഇൻഡസ്ട്രിയൽ ഹീറ്റിംഗ്, ഇലക്ട്രോണിക് വെൽഡിങ്, ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ, കുറച്ച് ഒരു മെക്കാനിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. നമ്മുടെ പവർ ഇലക്ട്രോണിക്സ് ടോപ്പിക്കിൽ നിന്ന് വരുന്നതാണ്. ദെൻ വീണ്ടും കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ സിഗ്നൽസ് ആൻഡ് സിസ്റ്റം പഠിക്കുന്ന പോലെ തന്നെ നമുക്ക് DSP ഉണ്ട്,
കുറച്ച് ഡിസ്ക്രീറ്റ് ഫോറിയർ ട്രാൻസ്ഫോം, ഡെസിമേഷൻ ഇൻ ടൈം, ഫ്രീക്വൻസി, FFT അൽഗോരിതം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ദെൻ നമുക്ക് സിഗ്നൽ ഫ്ലോ ഗ്രാഫ് ഉണ്ട്, ഡിജിറ്റൽ ഫിൽട്ടർ ഡിസൈൻ ഉണ്ട്, ദെൻ നമ്മുടെ ആൻറ്റിന സെക്ഷൻ ഉണ്ട്. അതെല്ലാം കൂടെ ഒരു ക്ലാസ്സിൽ പഠിച്ചെടുക്കാവുന്നതാണ്. ആൻറ്റിന ഏതൊക്കെ ടൈപ്പ് ആൻറ്റിനാസ് ഉണ്ട്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്. അപ്പോൾ അത് ആൻറ്റിന എന്ന് പറയുന്ന ഒരു വലിയ മോഡ്യൂളാണ്. അതിന് മാക്സിമം കാര്യങ്ങൾ പഠിക്കുക. നമ്മുടെ സിലബസിൽ കൊടുത്തേക്കുന്ന ഓരോ ആൻറ്റിനയെക്കുറിച്ച് നമ്മൾ പഠിക്കുക. ദെൻ നമ്മുടെ പവർ ഇലക്ട്രോണിക്സ് ടോപ്പിക്കിൽ നിന്ന് വരുന്ന PLC, ഫോട്ടോ ട്രാൻസിസ്റ്റർ, നല്ല ടോപ്പിക്കുകളാണ് ഇതെല്ലാം. ചോദ്യങ്ങൾ വരുന്ന ടോപ്പിക്കുകളാണ്. ഫോട്ടോ ഡിറ്റക്ടേഴ്സ്, ഈ ഒരു ഏരിയയിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ദെൻ വീണ്ടും ഈ കമ്മ്യൂണിക്കേഷൻ, പവർ ഇലക്ട്രോണിക്സ് ടോപ്പിക്കിൽ നിന്നുള്ള റിവിഷൻ ക്ലാസ്സുകൾ, അതുപോലെ തന്നെ വീക്ക്ലി എക്സാംസ്. ഈ വീക്ക്ലി എക്സാംസ് മസ്റ്റാണ്. കാരണം നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റൂ എന്നുള്ളത് പഠിക്കാൻ പറ്റും. അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയാലേ നമുക്ക് എക്സാം ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റൂ. നമ്മൾ വെറുതെ തിയറി പഠിച്ചുകൊണ്ട് കാര്യമില്ല. കാരണം നമ്മൾ പഠിക്കുന്നു, റിവിഷൻ ചെയ്യുന്നു, ഇതൊക്കെ നല്ലതാണ്. അതോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യണം, ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നോക്കണം, അത് അനലൈസ് ചെയ്യണം, തെറ്റുകൾ മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റൂ. ദെൻ വീണ്ടും ടെലിവിഷൻ എന്ന് പറയുന്നൊരു ടോപ്പിക്ക് അതിനകത്ത് വരുന്നുണ്ട്. സ്കാനിങ്, ഇൻ്റർലൈസ്ഡ് സ്കാനിങ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ കുറച്ച് പഴയ ടോപ്പിക്കുകളാണെങ്കിലും ഇതൊക്കെ നമ്മുടെ സിലബസിലുണ്ട്. NTSC, PAL, കളറിംഗ് സിസ്റ്റം, ദെൻ HDTV, സാറ്റലൈറ്റ്, ഇങ്ങനെയുള്ള കുറച്ച് TV ട്രാൻസ്മിറ്റർ ആൻഡ് റിസീവർ, PAL, NTSC ഡീകോഡേഴ്സ്, ഇതൊക്കെ നമ്മുടെ പണ്ട് നമ്മുടെ സിലബസിൽ പഴയ BTech സിലബസുകളിലൊക്കെ ഉള്ള ടോപ്പിക്കുകളാണ്. അത് വീണ്ടും ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പവർ ഇലക്ട്രോണിക് ഒപ്റ്റോ ടോപ്പിക്കിൽ നിന്ന് LED ഒപ്റ്റോ കപ്ലർ, അത് ഒപ്റ്റിക്കൽ ആംപ്ലിഫയേഴ്സ് ഒക്കെ ഇത് ഒപ്റ്റോ ഇലക്ട്രോണിക് ഡിവൈസസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്കാണ്. ദെൻ മൾട്ടിമീറ്റർ, നമ്മുടെ ഇൻസ്ട്രുമെൻറ്റേഷൻ അല്ലെങ്കിൽ മെഷറിംഗ് എക്യുപ്മെൻറ്റ്സ് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ മൾട്ടിമീറ്ററിൽ നിന്നൊക്കെ ചോദിക്കാം. ചെറിയ പ്രോബ്ലംസ്, അതിൻ്റെ സെൻസിറ്റിവിറ്റിയും സെലക്ടിവിറ്റിയൊക്കെ വെച്ചിട്ട്, റെസൊല്യൂഷനൊക്കെ വെച്ചിട്ട് നമുക്ക് ചോദ്യങ്ങൾ വരാറുണ്ട് മൾട്ടിമീറ്ററിൽ നിന്ന്. പഴയ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കതൊക്കെ മനസ്സിലാവുന്നതാണ്. വീണ്ടും ഡേ 72 നമ്മൾ വീണ്ടും ഇത്രയും പോർഷൻസ് റിവൈസ് ചെയ്യുവാണ്. ആ ഒരു വീക്കിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ, കമ്മ്യൂണിക്കേഷനും പവർ ഇലക്ട്രോണിക്സിൽ നിന്നൊക്കെ പഠിച്ചിട്ടുള്ള ആ ടോപ്പിക്കിൻ്റെ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്നതാണ്. ദെൻ നമ്മുടെ ലാസ്റ്റ് ഏരിയാസാണ് കമ്മ്യൂണിക്കേഷൻ, പവർ ഇലക്ട്രോണിക്സ് ടോപ്പിക്കുകളിൽ നിന്നും നമ്മുടെ ഡിജിറ്റൽ മോഡുലേഷൻ ടെക്നിക്സ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ് ഡിജിറ്റൽ മോഡുലേഷൻ ടെക്നിക്സ്. അതുപോലെ തന്നെ നമ്മുടെ ASK, FSK മോഡുലേഷൻ സ്കീമുകൾ, ഇതെല്ലാം നമുക്ക് സിലബസിൽ പറയുന്നുണ്ട്. ദെൻ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റേഷനിലേക്ക് വരുവാണെങ്കിൽ മെഷറിംഗ് എക്യുപ്മെൻറ്റ്സിനകത്ത് CRT, CRO, DSO എന്താണ്, LED, LCD, പ്ലാസ്മ ഡിസ്പ്ലേസ് ഒക്കെ എന്താണ്, ഇതെല്ലാം എക്യുപ്മെൻറ്റ്സിനകത്ത് കുറിച്ച് പഠിക്കാനുള്ളതാണ്. വീണ്ടും കമ്മ്യൂണിക്കേഷനിൽ കുറേ മൾട്ടിപ്പിൾ ആക്സസ് ടെക്നിക്സ് ഉണ്ട്. CDMA, TDMA, FDMA, ഫ്രീക്വൻസി ഹോപ്പിംഗ് ഒക്കെ എന്താണ്, ഇതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ നമ്മൾ കണ്ടുവരുന്ന ചോദ്യങ്ങളാണ്. ബ്ലൂടൂത്തിനെ കുറിച്ച് വരെ ചോദിച്ചിട്ടുണ്ട് എക്സാമിന്. ഇതൊക്കെ ശരിക്കും എസെൻഷ്യലിനകത്തും വരുന്ന ഒരു ഏരിയയാണ് ബ്ലൂടൂത്ത് എന്നൊക്കെ പറയുന്നത്, GSM എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതൊക്കെ അവിടെയും കവർ ചെയ്യും, ഇവിടെയും കവർ ചെയ്യുന്നുണ്ട്. ദെൻ നമ്മുടെ മൈക്രോവേവ് ഡിവൈസ്, ഇതൊരു ടോപ്പിക്കായിട്ട് തന്നെ സിലബസിൽ, റഡാറും മൈക്രോവേവും നമ്മുടെ സിലബസിൽ കമ്മ്യൂണിക്കേഷൻ്റെ കൂടെ തന്നെ, കമ്മ്യൂണിക്കേഷനിൽ തന്നെ എല്ലാ കമ്മ്യൂണിക്കേഷനും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എല്ലാ കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ടോപ്പിക്കുകളും, അതിപ്പോൾ നമ്മുടെ മൈക്രോവേവ്, റഡാറ്, AM, FM, ഡിജിറ്റൽ മോഡുലേഷൻ സ്കീംസ്, എല്ലാ ടോപ്പിക്കുകളും നമ്മൾ കമ്മ്യൂണിക്കേഷനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് കുറച്ച് വാസ്റ്റാണ് കമ്മ്യൂണിക്കേഷൻ, എങ്കിലും നമുക്ക് പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ. 20 മാർക്കുണ്ട്, 18 മാർക്ക് കമ്മ്യൂണിക്കേഷൻ, ഓൾമോസ്റ്റ് 20 മാർക്കിന് അടുത്തുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു സിലബസ്, നമുക്ക് ഫുൾ സിലബസ് അങ്ങനെ ഒരു 75 to 76 ഡേയ്സ് കൊണ്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. പിന്നുള്ള 10 ഡേയ്സ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഈ പഠിച്ചിരിക്കുന്ന ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള മോഡൽ എക്സാമുകളാണ്. വളരെ അത്യാവശ്യമായിട്ടും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് മോഡൽ എക്സാംസ്. ആ ഒരു 100 മാർക്കിലുള്ള ചോദ്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ, നമ്മൾ ഓരോ ആഴ്ചയിലും റിവൈസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും ടോപ്പിക്കുകളും നമ്മൾ വീണ്ടും ഒരു മോഡൽ എക്സാമുമായിട്ട് നമ്മൾ എഴുതുമ്പോൾ നമുക്ക് വീണ്ടും കുറേ കാര്യങ്ങൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നമ്മുടെ മിസ്റ്റേക്കുകളും നമ്മുടെ ഗ്യാപ്പുകളും ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനകത്തുനിന്നൊരു പ്രോപ്പർ ഫീഡ്ബാക്ക് വെച്ചിട്ട്, ഒരു ഫീഡ്ബാക്ക് സിസ്റ്റം വെച്ചിട്ട് വേണം നമ്മളത് അനലൈസ് ചെയ്യാൻ.
അപ്പോൾ അങ്ങനെ ആ ഒരു 10 days ക്ലാസ് അറ്റൻഡ് 20 ഫുൾ സിലബസ് ബേസ്ഡ് മോഡൽ എക്സാംസ്. ഇപ്പോൾ 20 എക്സാംസ് നമ്മൾ നടത്തുന്നുണ്ട്, ഫുൾ സിലബസ് കവർ ചെയ്തിട്ടുള്ള. അപ്പോൾ അത് ഇത്രയും അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും, ഇത് എങ്ങനെ അച്ചീവ് ചെയ്യാം എന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് കിട്ടും. ദെൻ ലാസ്റ്റ് 4 days, അപ്പോൾ അതിൽ നമ്മുടെ മാക്സിമം എഫോർട്ട് നമ്മളവിടെ എടുക്കണം. നമ്മൾ ഇതുവരെ മോഡൽ എക്സാം ചെയ്ത് നമ്മളൊരു 90% നമ്മൾ കംപ്ലീറ്റ് ആയിരിക്കുവാണ്. ദെൻ ലാസ്റ്റ് നമ്മുടെ ഒരു ഫൈനൽ ലാബ് റിവിഷനാണ്. നമുക്ക് ആ ഒരു ലിമിറ്റഡ് 4 days കൊണ്ട് നമ്മൾ ഈ ഫുൾ സിലബസ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ഷോർട്ട് നോട്ട്സുകളും നമ്മുടെ ഷോർട്ട് ട്രിക്സുകളും അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസുകൾ അല്ലെങ്കിൽ ഒന്നുകൂടെ റിവൈസ് ചെയ്യേണ്ട ടോപ്പിക്കുകൾ, ഇതെല്ലാം നമ്മൾ ആ ഒരു ലാബ് റിവിഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഇതെല്ലാം നമുക്ക് ആ ഒരു 4 days കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് കവർ ചെയ്യാം. നമ്മൾ ആ ഒരു പ്രോപ്പർ സ്റ്റഡി പ്ലാനിൽ അല്ലെങ്കിൽ ആ ഒരു നോട്ട് പ്രിപ്പറേഷനിൽ നമ്മൾ ആ ഒരു ഇപ്പം ഇക്വേഷൻസൊക്കെ ആണെങ്കിലും നമ്മൾ നോട്ട്സുകളൊക്കെ ആണെങ്കിലും നമ്മളെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണെങ്കിൽ ആ ഒരു 4 days കൊണ്ട് നമുക്ക് ആ ഒരു ഫൈനൽ ലാബ് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു 3 സ്റ്റേജായിട്ടാണ് ഞാൻ ഈ പറഞ്ഞത്. നമ്മുടെ സിലബസ് 75 days കൊണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു, പിന്നെ മോഡൽ എക്സാമുകൾ അറ്റൻഡ് ചെയ്യുന്നു, ദെൻ ലാസ്റ്റ് നമ്മുടെ ഫൈനൽ ലാബ് സെഷൻ. സോ ഇങ്ങനെ നമുക്ക് ആ ഒരു 90 days കൊണ്ട് നമ്മുടെ എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ഇതിനകത്ത് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് മാറ്റം വരുത്താം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടുകളും ഗൈഡൻസും നമ്മുടെ ടെക് PSC പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓരോ വീഡിയോ ലെക്ചേഴ്സ് ആയാലും അല്ലെങ്കിൽ നോട്ട്സുകളായാലും ഇതെല്ലാം നിങ്ങൾക്ക് വളരെ എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ ഈസി ആയിട്ട് മോഡൽ എക്സാമുകളൊക്കെ അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മിസ്റ്റേക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടുന്ന പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസും കാര്യങ്ങളും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാനുള്ള എല്ലാ ശ്രമങ്ങളും ഈ ഒരു 90 days കൊണ്ട് നിങ്ങളത് അച്ചീവ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ടെക് PSCയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഞാൻ ഓരോരുത്തർക്കും ബെസ്റ്റ് വിഷസ് പറയുന്നു. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാ ആശംസകളും. താങ്ക് യു.